എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വായിക്കുന്ന പുസ്തകം ജോസഫ് അന്നംകുട്ടി ജോസിൻ്റെ ദൈവത്തിൻ്റെ ചാരന്മാർ. എൻ്റെ ജീവിതത്തിലും ഒരുപാട് ആളുകൾ വന്നു. അങ്ങനെ വന്നവരെ, എന്നെ തൊട്ടവരെ, എന്നെ കുറെ കൂടെ നല്ലൊരു മനുഷ്യനാക്കാൻ പ്രേരിപ്പിച്ചവരെ ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ ചാരന്മാർ. ഇവരെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു ബൈനോക്കുലറുമായി ഇറങ്ങിയെന്നിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കപ്പെട്ട ദൈവത്തിൻ്റെ ചാരന്മാരെ കണ്ടെത്താൻ പല വേഷങ്ങളിൽ അവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട്. അവരെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഈശ്വരൻ നിങ്ങൾക്ക് പുതിയൊരു കണ്ണും ചെവിയും ഹൃദയവും നൽകട്ടെ. കുമ്പസാരം. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ വാക്കുകൾ കേട്ട് ഉപദേശങ്ങളിൽ വിശ്വസിച്ച് രക്ഷപ്പെട്ടുപോയ ഒരുപാട് പേരുടെ മുഖങ്ങൾ നമുക്ക് ഓർത്തെടുക്കാനാകും. നമ്മളിപ്പോഴും ഇവിടെ തന്നെ എങ്ങുമെത്താതെ ജീവിക്കുന്നു. ചിലരുടെ നിയോഗം ബാലേട്ടനാവുകയെന്നാണെന്ന് തോന്നുന്നു. എല്ലാവരെയും സഹായിക്കുക, പക്ഷേ സ്വന്തം കാര്യങ്ങൾ നോക്കാനാകാതെ പഴി കേൾക്കേണ്ടി വരിക. ഗാന്ധിജിയുടെ മകൻ ഹരിലാൽ ഗാന്ധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് 2007 പുറത്തിറക്കിയ ഒരു സിനിമയുണ്ട്, ഗാന്ധി മൈ ഫാദർ. ആ സിനിമയുടെ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. വൺ ഫാമിലീസ് ട്രാജഡി വാസ് ദ പ്രൈസ് ഓഫ് എ നേഷൻസ് ഫ്രീഡം. രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചപ്പോൾ ഗാന്ധി എന്ന വ്യക്തിക്ക് കുടുംബത്തിനുള്ളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുവാൻ മുന്നിട്ടിറങ്ങിയ വ്യക്തിക്ക് സ്വന്തം കുടുംബത്തെ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കലും തിരിച്ചു വരാതിരുന്ന ധൂർത്തപുത്രൻ എന്ന തലക്കെട്ടിൽ ഹരിലാൽ ഗാന്ധിയെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ ഔട്ട്ലുക്ക് മാഗസീനിൽ വായിച്ചത് ഓർത്തുപോകുന്നു. ഒരുപാട് കുറ്റബോധം തോന്നിയപ്പോഴാണ് എല്ലാം ഒന്ന് കുമ്പസാരിച്ച് വീണ്ടും നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചത്. ക്രൈസ്റ്റ് കോളേജിനടുത്തുള്ള ധർമാരാം സന്യാസ മന്ദിരത്തിൽ ചെന്ന് റിസപ്ഷനിലിരിക്കുന്ന ഗൗരവക്കാരൻ തോന്നിക്കുന്ന ചേട്ടനോട് സംസാരിച്ചു. വല്ല അച്ഛന്മാരുണ്ടോ? എനിക്കിപ്പോൾ ഒന്ന് കുമ്പസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. മോനെ, ഈ നട്ടുച്ചയ്ക്ക് ആരെങ്കിലും കുമ്പസാരിക്കാൻ വരുമോ? ഇതിനൊക്കെ ഒരു നേരവും കാലവും ഇല്ലേ? അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞ് കവിയുന്നുണ്ടായിരുന്നു. ചേട്ടാ, കുറച്ച് നാളുകൾക്ക് ശേഷം ഒന്ന് നന്നാവാൻ തോന്നിയതാണ്. ഇത് സെമിനാരി അല്ലേ? ഏതെങ്കിലും അച്ഛനുണ്ടാകില്ലേ? വയസ്സായ അച്ഛനായാലും കുഴപ്പമില്ല, ഒന്ന് നോക്കാവൂ. അങ്ങേയറ്റം വിനയത്തോടെ ഞാൻ ചോദിച്ചു. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്നാണല്ലോ. താൻ പള്ളിയിൽ പോയിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ഈ നേരത്തൊക്കെ അച്ഛന്മാർ ഉറങ്ങാൻ പോകുന്ന സമയമാണ്. ഒരു 15 മിനിറ്റിനുള്ളിൽ ആരും വന്നില്ലെങ്കിൽ താൻ തിരിച്ചു പോയിക്കോളൂ. ബൈബിൾ വചനം ഇടയ്ക്ക് തിരുകിക്കൊണ്ട് ആത്മവിശ്വാസം നൽകിയിട്ട് അയാൾ എനിക്ക് പള്ളിയിലേക്കുള്ള വഴി കാണിച്ചു തന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവമേ എന്ന പഴയ പ്രാർത്ഥന ഉള്ളിൽ ചൊല്ലിക്കൊണ്ട് ഞാൻ പള്ളിയിൽ കയറി. എൻ്റെ കാൽ തണുത്ത മാർബിളിൽ തൊട്ടപ്പോഴാണ് പള്ളിയിൽ കയറിയിട്ടൊക്കെ കുറച്ച് നാളായി എന്ന് ഓർമ്മ വന്നത്. വല്ലാത്തൊരു ഏകാന്തത എന്നെ മൂടുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് തുമ്മിയപ്പോൾ ഉയർന്ന ശബ്ദം ഗർജനം പോലെ പള്ളിയിൽ മുഴങ്ങിക്കേട്ടു. മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചിൽ ഞാനിരുന്നു. മുൻപിലിരുന്ന ചില കുർബാന പുസ്തകങ്ങൾ മറിച്ചു നോക്കി. ബ്രദർ പാലക്കുടിൽ എന്ന് പേരെഴുതി വെച്ച കുർബാന പുസ്തകം കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ നൊസ്റ്റാൾജിക്കായിപ്പോയി. ഒരിക്കൽ ഞാനും ഒരു സെമിനാരിക്കാരനായിരുന്നു. ഇതുപോലെ ബ്രദർ കൂട്ടുങ്കൽ എന്ന് പേരെഴുതിയ പുസ്തകം എനിക്കുമുണ്ടായിരുന്നു. സെമിനാരിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ പേരെഴുതിയ കുർബാന പുസ്തകവും ബൈബിളും അവിടെ തന്നെ വച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്നത് ആരുടെ കയ്യിലായിരിക്കും? ഞാൻ ഇതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരോ നടന്നു വരുന്ന ശബ്ദം പുറകിൽ നിന്ന് കേട്ടത്. കുമ്പസാരിക്കാൻ വന്നതല്ലേ? എൻ്റെ തൊട്ടുപുറകിൽ വെള്ളക്കുപ്പായം ധരിച്ച അരയിൽ വെളുത്ത കെട്ടുള്ള ചെറുപ്പക്കാരനായ അച്ഛൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതെ. നീ കുമ്പസാരിക്കാൻ ഒരുങ്ങിയായിരുന്നോ? സെറ്റാണെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? ആദ്യമായാണ് ഇങ്ങനെ ഒരു ഭാഷയിൽ വളരെ യോയോ സ്റ്റൈലിൽ എന്നൊരച്ഛൻ കുമ്പസാരത്തിന് വിളിച്ചത്. എനിക്കത് വളരെ ഇഷ്ടമായി. അച്ഛാ, അങ്ങനെ ഒരുങ്ങിയോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ചിലതൊക്കെ ഏറ്റുപറയണമെന്നൊരാഗ്രഹം ഉള്ളിൽ വന്നപ്പോഴാണ് ഓടി വന്നത് കുമ്പസാരിക്കാൻ. ഞാൻ ചെറുതായി പരിങ്ങിക്കൊണ്ട് പറഞ്ഞു, ഏറ്റുപറയാനുള്ള ആഗ്രഹമാണ് നല്ല കുമ്പസാരത്തിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരുക്കം. നിനക്ക് കുമ്പസാരക്കൂട്ടിൽ തന്നെ കുമ്പസാരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അച്ഛാ, കുമ്പസാരം പൊതുവെ കുമ്പസാരക്കൂട്ടിലല്ലേ നടത്താറ്. നിനക്ക് മുട്ടുകുത്തി നിൽക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ കുമ്പസാരക്കൂട്ടിലോട്ട് പോകാം, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആവാം. നീ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കണം, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതൊരു ന്യൂജൻ അച്ഛനാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. എന്നാ ഇവിടെ തന്നെ ഇരിക്കാം, ഞാൻ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു. പാപങ്ങൾ ഏറ്റുപറയാൻ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
കൈകൊണ്ട് വായിൽ ഒരു കുരിശു വരച്ച് തല എനിക്ക് നേരെ ചരിച്ച് കണ്ണുകളടച്ച് കാത് കൂർപ്പിച്ച് അദ്ദേഹം ഇരുന്നു. ഞാൻ തുടങ്ങി. അച്ഛാ, ഞാൻ പറയാൻ പോകുന്നത് ഒരു പാപമാണോ എന്നെനിക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് കുറ്റബോധമുണ്ട്. അതൊക്കെ തിരുത്തണമെന്നൊരാഗ്രഹം തോന്നുന്നു. നീ പറയടാ, എന്താ നിന്റെ പ്രശ്നം? നമ്മുടെ പുണ്യാളൻ പ്രാഞ്ചിയേട്ടനോട് പറഞ്ഞ അതേ രീതിയിൽ അച്ഛൻ എന്നോടും ചോദിച്ചു. ഞാൻ കാര്യത്തിലേക്ക് വലിയ വളച്ചുകെട്ടില്ലാതെ കടന്നു. അതായത് അച്ഛാ, ഞാൻ +2 പഠിച്ചിറങ്ങിയത് 92% മാർക്ക് വാങ്ങിച്ചിട്ടാണ്. നാട്ടിൽ ഒരുപാട് നല്ല കോളേജുകളുണ്ടായിട്ടും ഒത്തിരി പൈസ മുടക്കി എന്നെ ഇവിടെ പഠിപ്പിക്കാൻ വിട്ടത് ചേട്ടൻ്റെ നിർബന്ധം കാരണമാണ്. ഇവിടെ ഒന്നിനും ഒരു കുറവും ചേട്ടൻ എനിക്ക് വരുത്തിയിട്ടില്ല. എന്നിട്ടും ഞാൻ ഉഴപ്പി. ആദ്യ സെമസ്റ്ററിൽ കിട്ടിയത് വെറും 55%. വീട്ടുകാരും ചേട്ടൻ്റെ കൂട്ടുകാരും എന്നെ ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു. ബാംഗ്ലൂരിലേക്ക് വിട്ടപ്പോഴേ തോന്നി ചെക്കൻ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് വരെ വീട്ടുകാർ പറഞ്ഞു. ചേട്ടൻ മാത്രം ഒന്നും പറഞ്ഞില്ല. അടുത്ത തവണ ആഞ്ഞു പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങിച്ചോ നീ? അച്ഛാ, ഈ അടുത്ത തവണ എന്ന് പറയുന്നത് അടുത്ത ആഴ്ചയാണ്. എൻ്റെ 2ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇത്തവണ തോൽവി വരെ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. എന്നെ ഒന്ന് സഹായിക്കണം. കഴിഞ്ഞോ? ഇത്രയേ ഉള്ളോ? അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ, വല്ലാത്തൊരു കുറ്റബോധം തോന്നിയത് കൊണ്ട് ഓടിപ്പിടഞ്ഞു വന്നതാണ്. ഈ പറഞ്ഞത് ഒരു പാപമാണോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ ചേട്ടൻ തരുന്ന പൈസയ്ക്ക് മുഴുവൻ പെപ്സി, കോള, പിസ്സ ഒക്കെ കഴിച്ച് ഞാൻ എന്താ പറയുക, ഒരു ധൂർത്ത സഹോദരനാണിപ്പോൾ. വല്ലാത്ത സങ്കടം അച്ഛാ. അച്ഛനൊന്ന് മുകളിലേക്ക് നോക്കി ചെറുതായൊന്ന് മൂളി. എന്നിട്ട് നേരെ എൻ്റെ മുഖത്തോട്ട് നോക്കി. എന്താ നിൻ്റെ പേര്? ജോസഫ്. ജോസഫേ, നീ പറഞ്ഞത് പാപമൊന്നുമല്ല. പക്ഷേ പാപത്തേക്കാൾ ഗ്രാവിറ്റി കൂടിയ ഒന്നാണ് മടി. നല്ല മടിയുണ്ട് നിനക്ക്. നിനക്ക് നന്നാവണം, പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ മടിയാണ് അല്ലേ? ഏറെക്കുറെ. ജോസഫേ, ഞാനും ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ ക്രൈസ്റ്റിൽ തന്നെ MA ഇംഗ്ലീഷ് പഠിക്കുന്നു. എനിക്ക് അടുത്ത ആഴ്ച ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വരി പോലും എഴുതിയിട്ടില്ല. ഈ പേപ്പർ അപ്രൂവ്ഡ് ആയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ രണ്ടുപേരും ഒരേ തോണിയിലാണ് ജോസഫേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിന്നോട് പറയാൻ പോകുന്ന കാര്യം എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ അതെന്നെയും സഹായിച്ചാലോ? നമ്മുടെ രണ്ടാളുടെ മുമ്പിലും ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത് വഴി? എടാ, ബൈബിളിലൊരു കഥയില്ലേ, മുന്തിരിത്തോട്ടവും കൃഷിക്കാരും. അതിൽ മുന്തിരിത്തോട്ടത്തിൽ പണിയെടുക്കാൻ രാവിലെ കുറേ പേർ വന്നു. അവർക്ക് പറഞ്ഞ പൈസ കൊടുക്കാമെന്ന് തോട്ടക്കാരൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ച് പേർ വന്നു. അവർക്കും ചോദിച്ച കൂലി കൊടുക്കാമെന്ന് പറഞ്ഞ് പണിക്കെടുത്തു. അവസാന മണിക്കൂറിൽ പോലും 2-3 പേർ മുന്തിരിത്തോട്ടത്തിൽ പണിയന്വേഷിച്ച് ചെന്നിരുന്നു. അവർക്കും ആ തോട്ടക്കാരൻ ജോലി കൊടുത്തു. അവസാനം തോട്ടക്കാരൻ പണിയെടുത്തവർക്ക് കൂലി കൊടുത്തപ്പോൾ ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരേ കൂലി കൊടുത്തു. അപ്പോൾ ആദ്യം വന്നവർ പിറുപിറുത്തു, മുതലാളി, ആദ്യം വന്നവരാണ് ഞങ്ങൾ. പകലിൻ്റെ വെയിലും കഷ്ടപ്പാടും അനുഭവിച്ചവർ. ഈ അവസാനം വന്നവരെയും ഞങ്ങളെയും നീ തുല്യരാക്കിയല്ലോ എന്ന്. അപ്പോൾ തോട്ടക്കാരൻ അയാളോട് എന്താ പറഞ്ഞേ? ജോസഫ് പറഞ്ഞേ, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ നിനക്ക് കൂലി തന്നില്ലേ? അവസാനം വന്നവന് എത്ര കൊടുക്കണമെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതിന് നീ ബഹളം വെച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? അത് തന്നെ. എടാ, ഈ കഥ നമ്മുടെ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ രണ്ടുപേരും അവസാനം വന്ന പണിക്കാരാണ്. വേല ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇനി ഒരാഴ്ചയുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഒന്ന് ആഞ്ഞു പഠിച്ചാലോ? മനസാക്ഷിയുള്ള ഒരു നല്ലൊരു തോട്ടക്കാരനാണ് ദൈവം. നമുക്കും ചോദിക്കുന്ന കൂലി കിട്ടുമായിരിക്കും. 5 അപ്പം കൊണ്ട് 5000 ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത മനുഷ്യനല്ലേടോ. നമ്മുടെ കയ്യിലുള്ള ഈ ഒരാഴ്ച ആത്മാർത്ഥമായി പഠിച്ച് പുള്ളിക്ക് കൊടുക്കാം. ചിലപ്പോൾ 5000ൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിലും സംഭവിച്ചാലോ? അച്ഛാ, കേട്ടിട്ടൊരിതൊക്കെ ഉണ്ട്, ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നുണ്ട്. എന്നാൽ പിന്നെ ഇപ്പോൾ തന്നെ നമ്മൾ രണ്ടാളും ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ ആദ്യത്തെ തീരുമാനം കഴിഞ്ഞു പോയ സമയത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടില്ല എന്നതും, രണ്ടാമത്തേത് ഈ ഒരാഴ്ച കൊണ്ട് പറ്റാവുന്ന അത്രയും നന്നായി പഠിക്കും എന്നതുമാണ്. അച്ഛനത് പറഞ്ഞതും നിരാശ കൊണ്ട് ഇരുൾ മൂടിയ എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ മെഴുകുതിരി കത്താൻ തുടങ്ങിയിരുന്നു. പിന്നെ നീ ഈ കോള കുടിക്കുന്ന നേരം കൊണ്ട് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക. കണ്ണിന് ബെസ്റ്റാണ്. നിനക്ക് ദൂർത്തെന്നൊരു കുറ്റബോധവും ഉണ്ടാകില്ല.
മാത്രമല്ല ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത്ര നല്ലതൊന്നുമല്ല. പിന്നെ ഈ പാപപരിഹാരത്തിന് എന്താ ചെയ്യേണ്ടത്? ഒരാഴ്ച കുത്തിയിരുന്ന് പഠിക്കുക, സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുക. ഞാൻ അറിയാതെ ചിരിച്ചുപോയി. ആദ്യമായാണ് ഒരു കുമ്പസാര സമയത്ത് ഞാൻ ചിരിച്ചു പോയത്. അന്ന് വരെ ഞാൻ ഇതുപോലൊരു കുമ്പസാരം നടത്തിയിട്ടുമില്ല. ഇത്രയും പ്രാക്ടിക്കലായി ഒരു പാപപരിഹാരവും കേട്ടിട്ടുമില്ല. എനിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ, അച്ഛൻ അനുഗ്രഹിച്ചു വിട്ടു. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ +2 ശേഷം ഉറങ്ങിപ്പോയ പഠിപ്പിസ്റ്റ് ഉണർന്നു കഴിഞ്ഞിരുന്നു. എന്തൊക്കെയോ ചെയ്തു തുടങ്ങാനുള്ള ആവേശം ഉള്ളിൽ കത്തുന്നുണ്ടായിരുന്നു. ഒരാഴ്ച കുത്തിയിരുന്ന് പഠിച്ചു. പരീക്ഷയൊക്കെ പതിവിലും നന്നായി എഴുതി. 3ാം സെമസ്റ്റർ പകുതിയായപ്പോൾ കഴിഞ്ഞ സെമസ്റ്റർ റിസൾട്ട് വന്നു. 480 മാർക്ക് കിട്ടി. അതായത് ഡിസ്റ്റിങ്ഷൻ അടിച്ചിരിക്കുന്നു. ഞാൻ റിസൾട്ട് കാര്യം ആദ്യം വിളിച്ചു പറഞ്ഞത് ചേട്ടനോടാണ്. അഭിമാനവും ആകാംക്ഷയും 70-30 അനുപാതത്തിൽ മിക്സ് ചെയ്തൊരു വിളിയായിരുന്നു അത്. ഞാൻ പറഞ്ഞില്ലേടോ നീ തകർക്കുമെന്ന്. ഇന്ന് രാത്രി നമ്മൾ പൊളിക്കും. 90-30 അനുപാതത്തിൽ അഭിമാനവും സന്തോഷവും മിക്സ് ചെയ്ത് ചേട്ടൻ പറഞ്ഞു. അന്ന് രാത്രി ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അമ്മയും അപ്പനും ഏറെ സന്തോഷിച്ചു. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ച പോലെ അവരും എന്നോടൊപ്പം സന്തോഷിച്ചു. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്തത്. മര്യാദയുടെ പേരിലെങ്കിലും അച്ഛനെ ഒന്ന് കാണണ്ടേ എന്ന് ഞാൻ ആലോചിച്ചു. നേരെ ധർമ്മരാമിലേക്ക് വിട്ടു. എനിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ലായിരുന്നു. അന്ന് കണ്ട അതേ ചേട്ടൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചേട്ടാ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നട്ടുച്ചയ്ക്ക് ഞാനിവിടെ കുമ്പസാരിക്കാൻ വന്നിരുന്നു. അന്ന് ചേട്ടൻ പറഞ്ഞു വിട്ട അച്ഛൻ്റെ പേരെന്താണ്? എന്തോന്ന്? അയാൾ കേട്ടത് മനസ്സിലായില്ല എന്ന ഭാവത്തിൽ ചോദിച്ചു. ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അച്ഛനില്ലേ, ക്രൈസ്റ്റിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരച്ഛൻ. ആ പേര് മറന്നുപോയി. എടോ, ഇവിടെയുള്ള മിക്ക അച്ഛന്മാരും കോളേജിൽ എന്തെങ്കിലും പഠിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ആളെ കണ്ടെത്താനാണ്? താൻ പോയി പേര് തപ്പി പിടിച്ചിട്ട് വാ. ചെറിയ നിരാശയോടെ അവിടെ നിന്നിറങ്ങിയപ്പോൾ അന്ന് പ്രാർത്ഥിച്ച പള്ളിയിൽ കയറിയിട്ട് പോയേക്കാമെന്ന് തോന്നി. തണുത്ത മാർബിളിൽ കാല് ചവിട്ടിയപ്പോൾ ആ ദിവസവും കുമ്പസാരവും ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. അപ്പോഴത്തെ ആ മാർബിൾ തണുപ്പിന് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. നമ്മൾ പണ്ട് കരഞ്ഞ സ്ഥലങ്ങളിലേക്ക് പിന്നീട് ചിരിച്ചുകൊണ്ട് വരുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമില്ലേ, അതവിടെ ഇരുന്ന് കുറച്ചു നേരം അനുഭവിച്ചു. ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് ഞാൻ തിരികെ കോളേജിലേക്ക് വരുന്ന വഴിയിൽ അവിടെയുള്ള ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. നോക്കിയപ്പോൾ എന്നെ കുമ്പസാരിപ്പിച്ച ആ ചെറുപ്പക്കാരൻ അച്ഛൻ അവിടെ നിന്ന് കളിക്കുന്നു. പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരുന്നു എനിക്ക്. ഞാൻ നേരെ കോർട്ടിലേക്ക് ഓടി. പുള്ളി കോളേജ് കുട്ടികളുടെ ഒപ്പം കളിക്കുകയാണ്. അച്ഛാ, എക്സ്ക്യൂസ് മീ, ഹലോ. ഞാൻ ഉറക്കെ വിളിച്ചു. ആദ്യം പുള്ളിക്കെന്നെ മനസ്സിലായില്ല. അച്ഛാ, ഞാൻ ജോസഫ്. 3 മാസം മുമ്പ് കുമ്പസരിക്കാൻ വന്നിരുന്നു, ഓർക്കുന്നില്ലേ? ആ ജോസഫേ, ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ? അച്ഛാ, റിസൾട്ട് വന്നു. 80% മാർക്കുണ്ട്. ഞാൻ അച്ഛനെ കണ്ട് നന്ദി പറയാൻ വന്നതാണ്. എന്നോട് സംസാരിക്കുമ്പോൾ കൂടെയുള്ളവർ പുള്ളിയെ കമോൺ ഫാദർ, സ്റ്റേ ഇൻ ദ ഗെയിം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. ഗീവ് മി എ മിനിറ്റ്. അച്ഛൻ കൈ ഉയർത്തി അവരോട് ഉറക്കെ പറഞ്ഞു. ജോസഫെ, അടിച്ചു പൊളിക്ക്. നീ ഇവിടെ വരെ വന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ശരി, ഞാൻ കളി തുടരട്ടെ. മെല്ലെ ജോഗ് ചെയ്ത് എന്നെ നോക്കിക്കൊണ്ട് അച്ഛൻ കളിയിലേക്ക് പോകാൻ ഭാവിച്ചു. ഓക്കെ അച്ഛാ, കാണാം, കളി നടക്കട്ടെ. കോർട്ടിൽ നിന്നിറങ്ങി 2 സ്റ്റെപ്പ് വച്ചപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ തിരിഞ്ഞ് അച്ഛനോട് ഉറക്കെ വിളിച്ച് ചോദിച്ചു, അച്ഛാ, മറ്റേ പേപ്പർ പ്രസൻറ്റ് ചെയ്തത് എന്തായി? പാസ് ചെയ്യടാ കുട്ടേ, 3 പോയിൻ്റർ ഷൂട്ട്. അദ്ദേഹം ബോൾ എടുത്ത ആൾക്ക് പാസ് ചെയ്തുകൊണ്ട് ഓടിക്കിതച്ച് അടുത്തു വന്നു. ജോസഫേ, ഞാനത് പൊട്ടി. റിപ്പീറ്റ് ചെയ്യണം. ഒരാഴ്ച കൊണ്ട് ഒന്നുമെങ്ങും എത്തിക്കാൻ പറ്റിയില്ല. അടുത്ത തവണ അത് സെറ്റാണ്. ഒരു തംസപ്പ് നൽകി കണ്ണിറുക്കി കാണിച്ചു. അച്ഛൻ പിന്നെയും കളി തുടർന്നു. ഞാൻ കുറച്ചു നേരം ആ ചെറുപ്പക്കാരൻ അച്ഛനെ നോക്കി നിന്നു. അതെ, ചിലർ അങ്ങനെയാണ്. വിജയിപ്പിക്കാനേ അറിയുള്ളൂ, വിജയിക്കില്ല. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻസ് സിനിമയിൽ പോളി എന്ന പഠിക്കാൻ താല്പര്യമില്ലാത്ത 10ാം ക്ലാസ്സിൽ തോൽക്കാൻ സാധ്യതയുള്ള കുട്ടിയുടെ പഠനകാര്യങ്ങളും ചെലവും താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പ്രാഞ്ചി പോളിയെ ചേർത്ത് പിടിച്ച് പറയുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. എടാ പോളി, ഈ പറയണ 10ാം ക്ലാസ് ഞാനും പാസ്സായിട്ടില്ല. നമ്മൾ ജയിക്കാത്തടത്ത് വേറൊരാൾ ജയിക്കാൻ നമ്മൾ കാരണമാകുന്നത് നമ്മടെ ജയം തന്നെയാണ്. സ്നേഹം നിറഞ്ഞ അച്ഛാ, എന്തുകൊണ്ട് ഞാൻ അങ്ങയുടെ പേര് ചോദിക്കാൻ 2ാമത് വിട്ടുപോയി എന്ന് ഞാൻ ഇപ്പോഴും എനിക്ക് വലിയ നിശ്ചയമില്ല. ഇന്നിപ്പോൾ ഞാൻ നമ്മളുടെ കുമ്പസാരം ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. അച്ഛൻ ഇതിപ്പോൾ വായിച്ചിട്ടുണ്ടാവുമോ? 1000 കുമ്പസാരങ്ങൾക്കിടയിൽ എൻ്റെ കുമ്പസാരം മറന്നിട്ടുണ്ടാവുമോ അറിയില്ല. ഒരേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
എൻ്റെ ജീവിതം ഇപ്പോൾ ഏകദേശം നമ്മളുടെ അന്നത്തെ കുമ്പസാരം പോലെയാണ്. എൻ്റെ എഴുത്തും വീഡിയോകളും കണ്ട് ഒരുപാട് പേർ നന്നാവുന്നുണ്ട്. പക്ഷേ അമ്മയാണ് സത്യം. ഞാൻ പറയുന്നതൊന്നും എന്നെ അത്ര കണ്ട് സഹായിക്കുന്നില്ല. ഞാനിപ്പോഴും വീട്ടിലെ ചുവരുകൾക്കുള്ളിൽ കുറ്റബോധങ്ങളിലാണ്. ഞാനിപ്പോഴും തേടുന്നത് കുമ്പസാരക്കൂടുകളാണ്. പക്ഷേ നാളെ കുറച്ചുകൂടി നല്ലവനായ ഒരു ആൺകുട്ടിയാവാൻ തീവ്രമായി ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ജയിക്കാത്തടുത്ത് വേറൊരാൾ ജയിക്കാൻ നമ്മൾ കാരണമാകുന്നതും നമ്മുടെ ജയം തന്നെയാണ്, അല്ലേ അച്ഛാ?